എന്നുള്ളതാണ് ഓരോ ദേവീഭക്തനും ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത്. ഒരു ദേവിയെ അപമാനിക്കുന്നതിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി ഡയലോഗാണ് ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാലെന്ന് തീരും എന്നാണ്. എപ്പോഴും ചോറ്റാനിക്കര വരെ ഓടിപ്പോവാൻ നിൽക്കണ്ട. അമ്മ തന്നെയാണ് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ഈ കിങ്ങിനി മറ്റത്ത് ഗൗരവത്തിരിക്കുന്നത് എന്നുള്ള ഭാവം എപ്പോഴും ഉണ്ടാവണം. അമ്മയെ നിരന്തരം പോയി കാണുക, സാധിക്കുന്ന സമയത്ത് ചോറ്റാനിക്കരയും പോയി കാണുക എന്നാണ് പറയാനുള്ളത്. എന്തുതന്നെയായാലും മുടിയേറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ദാരികനുമായിട്ടുള്ള ഭഗവതിയുടെ യുദ്ധം, ഇത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് പഠിക്കേണ്ടത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ ഈ പ്രഭാഷണത്തിൽ ഉടനീളം സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്കൊന്നും അറിയില്ല. നിങ്ങളൊക്കെ എന്നേക്കാൾ അറിവുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ശേഷം വരുന്ന തലമുറ ഉണ്ടല്ലോ, അവരെ കൃത്യമായിട്ട് മോൾഡ് ചെയ്ത് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ വലിയ അപകടം. എല്ലാവരും പറയണ മറ്റേ സ്ഥിരം ക്ലീഷ ഡയലോഗ് ഞാൻ പറയില്ല, ഇന്നത്തെ തലമുറ മൊത്തം മോശം, അങ്ങനെയൊന്നുമില്ല. ഇവിടെ പോലും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് പല പരിപാടികളും സംഘടിപ്പിക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അവന്റെ ഭാവിയിലുള്ള പെരുമാറ്റം. എന്തായാലും ഇപ്പത്തി ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് തിരുവനന്തപുരത്ത് ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ സ്വർഗാരോഹണം പറഞ്ഞൊരു കഥയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ എവിടെയും പറഞ്ഞിട്ട് ഇല്ല. തിരുവനന്തപുരത്ത് കൃഷ്ണന്റെ സ്വർഗാരോഹണ കഥ പറയാൻ വിളിച്ചു ഭാഗവത സപ്താഹത്തിന്. ഞാൻ അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാൻ ഈ ദ്വാരക കടലിൽ പോയി, യാദവന്മാര് പരസ്പരം തമ്മിൽ തല്ലി മരിച്ചു. ഭഗവാൻ കാട്ടിൽ പോയി കാല് തൂക്കിയിട്ട് തപസ് ചെയ്തു. അപ്പൊ ഒരു കാട്ടാളൻ അതുവഴി വന്നു. ഭഗവാന്റെ കാല് കണ്ടപ്പോ അതെന്തോ മാനാണെന്നോ മൃഗമാണെന്നോ എന്തോ കരുതി അതിലേക്ക് അസ്ത്രം അയച്ചു. ആ സമയത്ത് ഭഗവാൻ ആ യശോദാദേവി വളർത്തിയ ദേവകീ ദേവി പ്രസവിച്ച ഭഗവാന്റെ ആ ശരീരം ഭഗവാൻ ഉപേക്ഷിച്ച് കൃഷ്ണാവതാര ലീല പൂർത്തിയാക്കി എന്ന് പറഞ്ഞു. അവസാനിപ്പിച്ചപ്പോ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞു, അങ്ങനെ വേടന്റെ അമ്പ് കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവ് ഭൂമിയിൽ നിന്ന് വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോഴേക്കും ഈ ചേട്ടന്മാരിരിക്കുന്ന രണ്ട് കുട്ടികൾ ഇരുന്നു. അവർ എണീറ്റ് നിന്നിട്ട് എന്നോട് കൈ ചൂണ്ടി പറഞ്ഞു, വെറുതെ വേടനെ കുറിച്ച് അനാവശ്യം പറയരുത് ഏട്ടാ. ഞാൻ പറഞ്ഞു മോനോട്, മോനെ നീ ഉദ്ദേശിച്ച വേടനല്ല ഞാൻ ഉദ്ദേശിച്ച വേടൻ. അവൻ അപ്പോൾ ഉടനെ എന്നോട് പറഞ്ഞു, സോറി ഏട്ടാ, എനിക്ക് ഒരു വേടനെ മാത്രമേ അറിയുള്ളൂ. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? ആ കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ മൂല്യം കൂടെ ചേർത്ത് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കാതെ പോയി? അങ്ങനെ വളരുന്നൊരു തലമുറ ഭാവിയിൽ ലഹരിയുടെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഞരമ്പ് മുറിക്കാനും കഴുക്കോലിൽ തുണി ഇടാനും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ധർമ്മത്തിന്റെ അവസ്ഥ എന്താവും? അതുകൊണ്ട് ദയവായി പുതിയ തലമുറയിലുള്ള കുട്ടികളെ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗൗരവന്നത്തെ അമ്മ നിങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം. അതിൽ ദാരികന്റെ കഥയിൽ നിന്ന് എന്ത് പഠിക്കണം? ഒരു കാരണവശാലും സ്ത്രീയെ രണ്ടാം തരമായിട്ട് കാണരുത്. സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഓരോ ദേവീഭക്തനും ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത്. ഒരമ്മയിലുള്ളത് സ്ത്രീയിലുള്ളത്. നേരത്തെ ഇവിടെ വിചാരം പാടിയല്ലോ, നാരിയിൽ ദേവീഭാവം എന്ന പാടിയത് കേട്ടിട്ടുണ്ടാവുന്നത്. ഓരോ സ്ത്രീയിലും ഉള്ളത് ആ കാളി തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ കണ്ടോളണം. ദാരികനും ദാനവനും വരം വാങ്ങിയത് ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിക്കരുത് അല്ലെങ്കിൽ വൈഷ്ണവാസ്ത്രം കൊണ്ട് മരിക്കരുതെന്നല്ല, സ്ത്രീയുടെ കൈ കൊണ്ട് മാത്രമേ മരണം ഉണ്ടാവാൻ പാടൂ എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താ? സ്ത്രീയെ കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ല എന്നുള്ള മനസ്സിലുള്ള ചിന്തയാണ്. ഞാൻ ഇവിടുത്തെ അമ്മമാരോട് ചോദിക്കട്ടെ, ഇന്നും ഈ ചിന്തയുള്ള മനുഷ്യന്മാർ നാട്ടിലുണ്ടോ ഇല്ലയോ? സ്ത്രീയെ കൊണ്ടൊന്നും സാധിക്കില്ല, നീ വെറും പെണ്ണല്ലേ എന്നാണ് പറയുന്നത്. ഒരു ദേവിയെ അപമാനിക്കുന്നതിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി ഡയലോഗാണ് നീ വെറും പെണ്ണല്ലേ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് കാണുന്ന ഓരോ സ്ത്രീയിലും ആത്യന്തികമായിട്ട് ആരെ കാണാൻ സാധിക്കണം? ദേവിയെ കാണാൻ സാധിക്കണം. ആ ദേവി തന്നെയാണ് ഇന്ന് ജനിക്കുന്ന പെൺകുട്ടി തൊട്ടിട്ട് 99 വയസ്സുള്ള മുത്തശ്ശിയിലുള്ളതും കാളി തന്നെയാണ്. ആ കുട്ടികളെ, നമ്മുടെ വരുന്ന തലമുറയുള്ള കുട്ടികളെ അത് പഠിപ്പിച്ച് വളർത്തുക. ഈ സ്ഥിരം നമ്മൾ ഈ പ്രതിജ്ഞയിൽ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, എല്ലാ ഇന്ത്യക്കാരുടെ സഹോദരന്മാരാണ്. ഓക്കെ, അവരെ സ്കൂളിൽ പഠിക്കട്ടെ. അതിനു മുമ്പ് കാണുന്ന ഓരോ സ്ത്രീയിലും നീ കാണുന്നത് ഈ ഗൗരവന്നത്തെ അമ്മയാണെന്ന് പഠിപ്പിച്ച് വളർത്തുക കുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ. 10 തവണ ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് എടി ഇതുവരെ ചായ ആയില്ലേന്ന് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത്
ഇപ്പോ കഴിഞ്ഞ ദിവസം തോന്നുന്നു സുപ്രീം കോടതി റൂളിംഗ് ഉണ്ടായിരുന്നു. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകം ചെയ്യാനും വീട്ടുപണി ചെയ്യാനുള്ള ആൾക്കാർ മാത്രമൊന്നുമല്ല അത്. ഇങ്ങനെ വിദ്യക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം ഈ ധർമ്മം, നിങ്ങൾ ജീവിക്കുന്ന ഈ സനാതന ധർമ്മം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് സർവ്വദേവതകളും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് ഈ ധർമ്മം പറയുന്നു. ഈ ഗോലകുന്നത്ത് അമ്മ തന്നെയായിട്ടുള്ള മൂകാംബിക അമ്മയെ കുറിച്ച് നമ്മൾ അടുത്ത ഭാഗത്ത് പറയും. ആ അമ്മ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനമുണ്ട്. എന്ത് തന്നെയായാലും ആ ദാരികനെ വധിക്കാനായിട്ട് വന്നിട്ടുള്ള ആ ഭഗവതി, ദാരികനെ പോലും മകനായിട്ട് കണ്ട് കൊഞ്ചിക്കാൻ പോയ ഭഗവതി, എത്രയൊക്കെ പറഞ്ഞാലും ഇന്നും അമ്മയുടെ കയ്യിൽ ദാരികനുണ്ട്. ഞാൻ എന്ന ഭാവത്തെ, ഈഗോന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈഗോന്റെ പവറാണ് ഈ സ്ഥലം. അതിനെയാണ് അമ്മ കൈ പിടിച്ചിരിക്കുന്നത്.